ആന്തൂർ മൊറാഴ കുമ്മനാട് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു. തെങ്ങുംചീറ അണക്കെട്ടിന് ഇത്തവണ പലകയിടാൻ വൈകിയതിനാലാണ് ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിച്ചതെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ നാട്ടുകാരാണ് ആന്തൂരിലെ തെങ്ങുംചിറ അണക്കെട്ടിന് പലകയിടാറുള്ളത്. എന്നാൽ കുറച്ചു വർഷങ്ങളായി ആന്തൂർ നഗരസഭ ഏറ്റെടുത്താണ് പലകയിടുന്നത്. ഇതിനായി ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. സാധാരണയായി ഡിസംബറിൽ പലക ഇടാറുണ്ടായിരുന്നെങ്കിലും ഇതുവരെയായിട്ടും പലകയിട്ടില്ല. ഇതോടെയാണ് വൻതോതിൽ ഉപ്പുവെള്ളം മൊഴാറ കുമ്മനാട് പ്രദേശത്തെ പാടത്തേക്ക് കയറിയത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഐക്കാൽ ചന്ദ്രന്റെ മൊറാഴ പാടശേഖരത്തിന്റെ കീഴിൽ വരുന്ന 1 ഏക്കറിലധികം നെൽകൃഷി നശിച്ചു. നെല്ല് മുഴുവൻ വെള്ളത്തിൽ വീണ് നശിച്ചു. പുല്ലുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ 10-30 കൊല്ലമായി കൃഷി ചെയ്യുന്ന ഇതുവരെ വെള്ളം ഇങ്ങനെ കയറിയിട്ടായിട്ട് നമുക്കിതൊന്നും ഉപയോഗത്തിന് പറ്റൂല. നമ്മൾ അണക്കെട്ടിൻ്റെ പല ഇടാതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറിയതായിരുന്നു. നമുക്കിപ്പോൾ മൂർന്നിട്ടൊന്നും കിട്ടാനില്ല. ഇരുന്ന് വാരിയിട്ടെടുക്കുകയായിരുന്നു. മൊത്തം ഉപ്പുവെള്ളം കയറിയിട്ട് ഉപ്പുവെള്ളം കയറാനല്ല അണക്കെട്ടിൻ്റെ പല ഇടാതുകൊണ്ട് ഇത് നമുക്കിത് മൂർന്നെടുക്കാൻ കഴിയില്ല. ഇങ്ങനെ വെള്ളത്തിൽ ഇത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇടുന്നതാന്ന് തന്നെ പറയണം. എല്ലാ കൊല്ലം ആദ്യം ഇടുന്നതാണ്. ഇപ്പോൾ ലേറ്റ് ആയിട്ട് 1 ഏക്കർ സ്ഥലത്താണ് ഇപ്പം നമ്മൾ കൃഷി നശിച്ചിട്ടുള്ളത്. പിന്നെ അണക്കെട്ടിൻ്റെ പല എടുക്കാതുകൊണ്ടാണ്, തെങ്ങിൻചിറയിൽ ഇടാതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഉപ്പുവെള്ളം കയറിയിട്ട് ഇങ്ങനെയായത്. ഇതിനെ കൊണ്ടാണ് നമ്മളെ ജീവിതം. അത്രയും തൊഴിലാളിക്ക് പണിയും കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലോണം കയറി. കൃഷിയെ എടുക്കാനില്ല ഒന്നും. പുല്ല് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് പണിക്കാർക്ക് കൂലി പോലും കൊടുക്കാറുള്ളതെന്നും ഇപ്രാവശ്യം അതിനും സാധിക്കാത്ത അവസ്ഥയാണെന്നും കർഷകൻ പറയുന്നു. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.